റൂറൽ ക്രെഡിറ്റ് എന്നുള്ളതിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫോർ സ്മോൾ ബിസിനസ് ഫാംസ് ഇത് രണ്ടുമാണ് റൂറൽ ക്രെഡിറ്റിൽ വരുന്നത്. അതിൽ അഗ്രികൾച്ചർ ക്രെഡിറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് എന്ന് പറയുന്നത്? അഗ്രികൾച്ചർ ക്രെഡിറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ബേസ്ഡ് ഓൺ പർപ്പസ് ആൻഡ് പീരീഡ് ഓഫ് ദി ലോൺസ്. കോപ്പറേറ്റീവ് ക്രെഡിറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. കോപ്പറേറ്റീവ്സിന്റെ അഗ്രികൾച്ചർ ക്രെഡിറ്റിനെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്രെഡിറ്റിനെ അഗ്രികൾച്ചർ ക്രെഡിറ്റിനെ മൂന്നായിട്ട് പീരീഡിന്റെയും പർപ്പസിന്റെയും ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പർപ്പസിന്റെ അടിസ്ഥാനത്തിലും പീരീഡിന്റെ അടിസ്ഥാനത്തിലുമാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അഗ്രികൾച്ചർ ക്രെഡിറ്റിന് പീരീഡിന്റെയും പർപ്പസിന്റെയും അടിസ്ഥാനത്തിലാണ് അഗ്രികൾച്ചർ ക്രെഡിറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഗ്രികൾച്ചർ ക്രെഡിറ്റിന് കാർഷിക ആവശ്യത്തിന് വേണ്ടി എടുക്കുന്ന ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകൾ നൽകുന്ന അത്തരം ക്രെഡിറ്റുകളുടെ അടിസ്ഥാനത്തിൽ കോപ്പറേറ്റീവ് ബാങ്ക്സിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മൊഡ്യൂളിൽ 4 എടുത്ത് നോക്കിയാൽ അതിൽ കാണാൻ പറ്റും നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രെഡിറ്റ് ബേസ്ഡ് ഓൺ പീരീഡ്, പർപ്പസ് ആൻഡ് സെക്യൂരിറ്റി. സെക്യൂരിറ്റിയുടെ ബേസിലും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റിയുടെ ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ക്രോപ്പ് ലോൺ എന്നും അതുപോലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സെക്യൂരിറ്റി ലാൻഡ് മോർട്ട്ഗേജ് ബേസിലുള്ള ക്രെഡിറ്റ് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. എല്ലാ ക്ലാസിഫിക്കേഷനെയും നമുക്ക് ഒറ്റ ഇതിൽ കൊണ്ടുവരാം. അതായത് ഷോർട്ട് ടേം ക്രെഡിറ്റ്, ഷോർട്ട് ടേം ലോൺസ്, മീഡിയം ടേം ലോൺസ്, ലോങ് ടേം ലോൺസ്. ഇതിൽ തന്നെ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ക്രോപ്പ് ലോൺ സിസ്റ്റം, രണ്ടാമത്തത് ലാൻഡ് മോർട്ട്ഗേജ് ചെയ്തിട്ടുള്ള സിസ്റ്റം. ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത് ലാൻഡ് മോർട്ട്ഗേജ് ചെയ്തിട്ടുള്ള സിസ്റ്റം. ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി നോക്കുകയാണെങ്കിൽ ഷോർട്ട് ടേം ലോൺസ്, മീഡിയം ടേം ലോൺസ് ഇവ സെക്യൂരിറ്റിയുടെ ബേസിൽ ഒരൊറ്റ ടൈപ്പ് ലോണാണ്, ഒരൊറ്റ ടൈപ്പ് സെക്യൂരിറ്റിയാണ് അവിടെ ആവശ്യമുള്ളൂ. ക്രോപ്പാണ്, ആൻറ്റിസിപ്പേറ്റഡ് ക്രോപ്സിന്റെ ബേസിലാണ് ലോൺ കൊടുക്കുന്നത്. എന്നാൽ ലോങ് ടേം ലോൺസ് കൊടുക്കുന്നത് സെക്യൂരിറ്റി ആയിട്ട് ലാൻഡ് മോർട്ട്ഗേജ് ആണ് വേണ്ടത്. അപ്പൊ അതിന്റെ ബേസിൽ പീരീഡിന്റെ ബേസിൽ, പർപ്പസിന്റെ ബേസിൽ, സെക്യൂരിറ്റിയുടെ ബേസിലൊക്കെ കോപ്പറേറ്റീവ് ക്രെഡിറ്റിനെ ക്ലാസിഫൈ ചെയ്താൽ 3 കാറ്റഗറിയാണുള്ളത്: ഷോർട്ട് ടേം ലോൺസ്, മീഡിയം ടേം ലോൺസ്, ലോങ് ടേം ലോൺസ്. ദെൻ പീരീഡിന്റെ ബേസിൽ ആണ് ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം ലോൺസ്. പർപ്പസ് നോക്കുമ്പോൾ ഷോർട്ട് ടേം ലോൺസും മീഡിയം ടേംസും ലോങ് ടേം ലോൺസും തന്നെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഷോർട്ട് ടേം ലോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത് ഓൾസോ കോൾഡ് പ്രൊഡക്ഷൻ ലോൺ എന്ന് കൂടി അറിയപ്പെടുന്ന ലോൺസ് ആണ് ഷോർട്ട് ടേം ലോൺസ്. ലോൺ ഈസ് ഗ്രാൻഡഡ് നോർമലി ഫോർ എ പീരീഡ് ഓഫ് 18 months ഓൺ ദ ബേസ് ഓഫ് ക്രോപ്പ് റൈസ്ഡ്. ക്രോപ്പ് ഉണ്ടാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താ ഷോർട്ട് ടേം ലോൺസ് എന്ന് പറയുന്നത് ക്രോപ്പ് സെക്യൂരിറ്റി ആയിട്ട് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്ന ലോണാണ് ഷോർട്ട് ടേം ലോൺ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഓൺ ദി ബേസിസ് ഓഫ് സെക്യൂരിറ്റി എന്നുള്ളതും ഷോർട്ട് ടേം ലോൺസ് ഒരു ടൈപ്പാണ്. ലോൺ ഈസ് ഗ്രാൻഡഡ് നോർമലി ഫോർ എ പീരീഡ് ഓൺ ദി ബേസ് ഓഫ് ക്രോപ്പ് റൈസ്ഡിന്റെ ബേസിൽ കൊടുക്കുന്ന ലോൺ. ക്രോപ്പ് ലോൺ ആണ് ഒരു സെക്യൂരിറ്റിയുടെ ബേസിൽ നോക്കുകയാണെങ്കിൽ ക്രോപ്പ് ലോൺ ആണ് ഈ ഷോർട്ട് ടേം ലോൺ എന്ന് പറയുന്നത്. പീരീഡിന്റെ ബേസ് നോക്കുമ്പോൾ 18 months ആണ് ഇതിനുള്ളത്. അപ്പോൾ 18 months കാലഘട്ടത്തിലേക്ക് 18 മാസത്തിലേക്ക് കൊടുക്കുന്ന ലോൺസിനെയാണ് ക്രോപ്പ് റൈസ് ചെയ്യുന്ന ക്രോപ്പിന്റെ ബേസിൽ കൊടുക്കുന്ന ഒരു ലോണിനെയാണ് നമുക്ക് ഷോർട്ട് ടേം ലോൺസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഇന്റൻഡഡ് ഫോർ മീറ്റിംഗ്. ഇതെന്തിനു വേണ്ടിയാണ്? മീറ്റിംഗ് ദി എക്സ്പെൻസസ്
സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിന് വേണ്ടി വരുന്ന എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പർപ്പസ് എന്ന് പറയുന്നത് സീസണൽ അഗ്രികൾച്ചർ ഓപ്പറേഷൻസ് ആണ്. ഈ സീസണൽ അഗ്രികൾച്ചർ ഓപ്പറേഷൻസിന് വേണ്ടി കൊടുക്കുന്ന ലോണാണ് ഷോർട്ട് ടേം ലോൺസ്. പർപ്പസിന്റെ ബേസിലും ലോണിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സീസണൽ അഗ്രികൾച്ചർ ഓപ്പറേഷൻസിന് വേണ്ടി കൊടുക്കുന്ന ലോണിനെ ഷോർട്ട് ടേം ലോൺസ് എന്ന് വിളിക്കുന്നു. അത് സീസണൽ അഗ്രികൾച്ചർ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒരു കൃഷിക്ക് സാധാരണയായിട്ട് കൃഷിക്ക് സീസണലായിട്ട് വരുന്ന എക്സ്പെൻസ് എന്തൊക്കെയാണ്? അത് വിത്ത് സീസണിൽ പർച്ചേസ് ചെയ്ത് സീഡ്സ് പർച്ചേസ് ചെയ്യുക, വളം പർച്ചേസ് ചെയ്യുക, ഇൻസെക്ടിസൈഡ് മറ്റ് മരുന്നുകൾ, അതിന് വേണ്ടി വരുന്ന കീടനാശിനികൾ വാങ്ങിക്കുക, മറ്റ് അതർ ഡേ ടു ഡേ എക്സ്പെൻസസ് മീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ആ സീസണൽ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എക്സ്പെൻസസിനെയാണ് ഈ ഷോർട്ട് ടേം ലോൺസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോണ് ക്യാഷ് ആയിട്ട് കൊടുക്കാം, ഓർ ഇൻ കൈൻഡ് ആയി കൊടുക്കാം. ഇറ്റ് ഈസ് റീപെയ്ഡ് ആഫ്റ്റർ, ഇതിന്റെ റീപേയ്മെന്റ് നടത്തുന്നത് ആഫ്റ്റർ ഹാർവെസ്റ്റ് ഓൺ ഇൻസ്റ്റാൾമെന്റ് ബേസിൽ ഹാർവെസ്റ്റിന് ശേഷം മാത്രമാണ്. സെക്യൂരിറ്റി ഈസ് യൂഷ്വലി ആന്റിസിപ്പേറ്റഡ് ക്രോപ്സ് ആണ്. ഇതാണ് ഷോർട്ട് ടേം ലോൺസ് ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ. ഇനി നമുക്ക് മീഡിയം ടേം ലോൺസ് എന്താണെന്ന് നോക്കാം. മീഡിയം ടേം ലോൺസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ ലോൺസ് ആണ് ഷോർട്ട് ടേം ലോൺസ് എങ്കിൽ ഇത് ഡെവലപ്മെന്റ് ലോൺസ് ആണ്. ഡെവലപ്മെന്റ് ലോൺസ് അവയുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നോർമലി 3 years ആണ്. സർട്ടൻ കേസസ് ഗ്രാൻഡഡ് അപ് ടു 5 years വരെ എന്ത് ചെയ്യാം, നീളാം. ഇത് സാധാരണ നൽകാറ് പർപ്പസ് എന്ന് പറയുന്നത് റിപ്പയറിങ് വെല്ല് റിപ്പയർ ചെയ്യാൻ, പർച്ചേസ് ഓഫ് കാറ്റിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് അഗ്രികൾച്ചറൽ ഇംപ്ലിമെന്റ്സ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കൺസ്ട്രക്ഷൻ ഓഫ് ഫാം ഹൗസ്, എന്തെങ്കിലും ഒരു ഫാം ഹൗസ്, കാറ്റിൽ ഷെഡ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി, കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വരുന്ന എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അപ്പോൾ റിപ്പയറിംഗ് വെൽസ്, പർച്ചേസ് ഓഫ് കാറ്റിൽ, ഇംപ്രൂവ് അഗ്രികൾച്ചർ ഇംപ്ലിമെന്റ്സ് ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് ഫാം ഹൗസ്, കാറ്റിൽ ഷെഡ്സ്, ഇത്തരത്തിലുള്ള പർപ്പസിനൊക്കെയാണ് എന്ത് ഈ മീഡിയം ടേം ലോൺസ് എന്ത് ചെയ്യേണ്ടത്, ആവശ്യമായി വരുന്നത്, മീഡിയം ടേം ലോൺസ് നൽകുന്നത്. ഈ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ലോൺസ് ആർ ഗ്രാൻഡഡ് ബൈ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഈ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് കൊടുക്കാറ്. എന്നാൽ ലോങ് ടേം ലോൺസ് കൊടുക്കുന്നത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ് അല്ല, ലാൻഡ് മോർഗേജ് ബാങ്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക്സ് ആണ്. അതിൽ തന്നെ കേരള സ്റ്റേറ്റിന്റെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്, പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക് ഉണ്ട്. ഇവരാണ് ലോങ് ടേം ലോൺ കൊടുക്കുന്നത്. എന്താണ് ലോങ് ടേം ലോൺ എന്ന് നോക്കാം നമുക്ക്. ലോങ് ടേം എന്ന് പറയുന്നത്, ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത് പെർമനന്റ് ഇംപ്രൂവ്മെന്റ്സ് ഓൺ ലാൻഡ്, പെർമനന്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് ഏതെങ്കിലും വരുത്തുന്നതിനാണ്, ലാൻഡിൽ വരുത്തുന്നതിന്. അതായത് 5 to 15 years വരെ ലോങ് പീരീഡിലാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഗ്രാൻഡ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലോണ് റീക്ലൈമേഷൻ ഓഫ് ലാൻഡ് റീക്ലൈം ചെയ്യാൻ വേണ്ടിയിട്ട്, റീപേയ്മെന്റ് ഓഫ് ഓൾഡ് ഡെറ്റ് റീപേയ്മെന്റിന് വേണ്ടിയിട്ട്, ഡിഗിങ് ഓഫ് ഇറിഗേഷൻ കനാൽ, പുതിയ ഇറിഗേഷൻ കനാൽ റിഗ് ചെയ്യാൻ, കുഴിക്കാൻ വേണ്ടിയിട്ട്, പർച്ചേസ് ഓഫ് ട്രാക്ടറുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി, ഇൻസ്റ്റാളേഷൻ ഓഫ് പമ്പ് സെറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുന്ന ലോണാണ് എന്ത്, ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ലോങ് ടേം ലോൺസ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് ഇൻ ലാൻഡിലുള്ള പെർമനന്റ് ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ അത്, റീപേയ്മെന്റ് ഓഫ് ഓൾഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത്, ഡിഗിങ് ഓഫ് ഇറിഗേഷൻ കനാൽസ്, പർച്ചേസ് ഓഫ് ട്രാക്ടർ പർച്ചേസ് ചെയ്യാൻ, ഇൻസ്റ്റാളേഷൻ ഓഫ് പമ്പ് സെറ്റ്, ഇതൊക്കെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കുന്ന ലോണാണ് ലോങ് ടേം ലോൺസ്. ഇതിന് സെപ്പറേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ലോങ് ടേം ലോൺസ് സെപ്പറേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൊടുക്കുന്നത്, ലാൻഡ് മോർഗേജ് ബാങ്ക് ആയിട്ടുള്ള
അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്കേഴ്സ് ആയിട്ടുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്കും പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്കാണ് ഇത് കൊടുക്കുന്നത്. ഈ ലോണുകൾ കൊടുക്കുന്നത്, ലോങ് ടേം ലോൺസ് കൊടുക്കുന്നത്. ഇത് ഫാമേഴ്സിന് കിട്ടുക ഓൺ ലാൻഡ് ഓൺ ചെയ്ത ഫാമേഴ്സിന് മാത്രമാണ്. ഫാമേഴ്സ് ഓൺ ലാൻഡിന് മാത്രമാണ് ഇത് എന്ത് ചെയ്യുന്നത് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ലോണിന്റെ പ്രത്യേകത. അത് ലാൻഡ് മോർഗേജ് ചെയ്താൽ മാത്രമേ എന്താണ് ഈ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ in order to get the loan they have to mortgage the land to the bank. ലാൻഡ് എന്ത് ചെയ്യണം, മോർഗേജ് ചെയ്യണം, സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇത്തരം ലോങ് ടേം ലോൺസ് എന്ത് ചെയ്യുള്ളൂ, അനുവദിക്കുകയുള്ളൂ. ഇതാണ് ലോങ് ടേം ലോൺസിൻ്റെയും 3 ടൈപ്സ് ഓഫ് ലോൺസ്. അപ്പോൾ നമ്മൾ പർപ്പസിൻ്റെ ബേസിൽ അല്ലെങ്കിൽ അതിൻ്റെ പീരീഡിൻ്റെ ബേസിൽ ലോങ് ടേം ലോൺസ്, മീഡിയം ടേം ലോൺസ്, ഷോർട്ട് ടേം ലോൺസ്, ഷോർട്ട് ടേം ലോൺസ്, മീഡിയം ടേം ലോൺസ്, ലോങ് ടേം ലോൺസ് എന്നിങ്ങനെ 3 ലോൺസ് പറഞ്ഞു. അതിൽ ഷോർട്ട് ടേം ലോൺസ് 18 months ആണ്, മീഡിയം ടേം ലോൺസ് 3 to 5 years ആണ്, ലോങ് ടേം ലോൺസ് 5 to 15 years ആണ്. ഒന്ന് പ്രൊഡക്ഷൻ ലോൺ എന്നറിയപ്പെടുന്നു, മറ്റേത് ഡെവലപ്മെന്റ് ലോൺ എന്നറിയപ്പെടുന്നു. ഇത് പെർമനന്റ് ഇംപ്രൂവ്മെന്റ് ഓൺ ലാൻഡിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറയുന്നു. പർപ്പസ് പറഞ്ഞു. ഒന്നാമത്തെ പർപ്പസ് പർച്ചേസ് സീഡ്സ് പോലുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻസ് വേണ്ടിയിട്ടുള്ളതാണ്. തന്നെ രണ്ടാമത്തത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫാമേഴ്സ് അല്ലെങ്കിൽ കാറ്റലെല്ലാം പർച്ചേസ് ചെയ്യാൻ, റിപ്പയറിങ് വെൽ ഇംപ്രൂവ് ചെയ്യാൻ, റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതേസമയം reclamation land, repayment of load debts, digging, irrigation canals, purchase of tractor, purchase of farm set, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ലോങ് ടേം ലോൺസ് വേണ്ടി വരിക. ലോങ് ടേം ലോൺസ് ലഭിക്കുക അത് പറഞ്ഞു. പർപ്പസ് ബേസ്ഡ് ലോൺസ്, പർപ്പസ് ബേസ്ഡ് ലോൺസ് എന്ന് പറയുന്നത് അതിൻ്റെ പർപ്പസ്, ലോങ് ടേം ലോൺസിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു. ഷോർട്ട് ടേം ലോൺ, മീഡിയം ടേം ലോൺസിൻ്റെ പർപ്പസ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ ബേസിൽ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ക്രെഡിറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പറയാം. കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ക്രെഡിറ്റിൻ്റെ സ്ട്രക്ചർ, കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സ്ട്രക്ചർ ഓഫ് അവർ കൺട്രി 2 പാർട്ടായിട്ടാണുള്ളത്. അതിലൊന്ന് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ്. ഒരു പാർട്ട് ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് മാത്രം കൊടുക്കുന്ന സ്ഥാപനങ്ങൾ. അതിൽ വരുന്ന സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്. മറ്റൊരു പാർട്ട് ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു പാർട്ട്. അതിൽ ഈ ഫസ്റ്റ് പാർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് 3 tier സ്ട്രക്ചർ ഉള്ളതാണ്. അതായത് സ്റ്റേറ്റ് ലെവൽ ടോപ്പിലൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി, ഡിസ്ട്രിക്ട് ലെവലിൽ ഒരു കോപ്പറേറ്റീവ് ബാങ്ക്, അതിന്റെ മിഡിലായിട്ട്, അതിന്റെ താഴവും ലാസ്റ്റ് ആയിട്ട് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അതിന്റെ ബേസ് ലെവലിൽ. ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത് 2 സൊസൈറ്റീസ് മാത്രമേ ഉള്ളൂ. 2 tier ആണ്. അത് സ്റ്റേറ്റ് ലെവലിൽ ഒരു സൊസൈറ്റി, അതായത് സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ബാങ്ക് ടോപ്പ്, പ്രൈമറി അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ഗ്രാസ് റൂട്ട് ലെവൽ. ഇതാണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ക്രെഡിറ്റിന്റെ സ്ട്രക്ചർ. എന്താണ് ഇന്ത്യയിലെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിന്റെ സ്ട്രക്ചർ എന്ന് നമ്മളെ മൊഡ്യൂളിൽ, നമ്മൾ 4th മൊഡ്യൂൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സ്ട്രക്ചർ ഓഫ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്നാണ് ഇത് പറയുന്നത്. അത് 2 tier ക്രെഡിറ്റ്, 3 tier ഉണ്ട്, 2 tier ഉണ്ട്. 3 ടയറും 2 ടയറും എന്താന്ന് പറയാണ്. 3 tier എന്ന് പറയുന്നത് 3 തലങ്ങളുള്ളതാണ്. അതൊന്ന് സ്റ്റേറ്റ് ലെവലിൽ, ഡിസ്ട്രിക്ട് ലെവലിൽ മറ്റൊരു ബാങ്ക്, ഏറ്റവും ലാസ്റ്റ് പ്രൈമറി ലെവൽ. ഈ ഡിസ്ട്രിക്ട് ലെവൽ ബാങ്കിനെ സെൻട്രൽ ബാങ്ക് എന്ന് കൂടി അറിയപ്പെടും. സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും റിസർവ് ബാങ്ക് പോലുള്ള സെൻട്രൽ ബാങ്ക് എന്നുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് മിഡിൽ ലെവൽ എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് സെൻട്രൽ ബാങ്ക്. മിഡിൽ ലെവൽ ബാങ്കുകളാണ് സെൻട്രൽ ബാങ്ക് എന്നുള്ളത്. ഡിസ്ട്രിക്ട് ബാങ്കുകളാണ് സെൻട്രൽ ബാങ്ക്. പക്ഷേ ഇന്ന് ഈ 3 tier സിസ്റ്റം മാറിയിട്ടുണ്ട്. ഇന്ന് 2 tier സിസ്റ്റത്തിലേക്കും നമ്മുടെ ഈ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ലോൺസ് നൽകുന്ന ബാങ്കുകൾ മാറിയിട്ടുണ്ട്.
അവ ഇന്ന് 2 കോപ്പറേറ്റീവ് സൊസൈറ്റി മാത്രമേ ഉള്ളൂ. കേരള സ്റ്റേറ്റ് ബാങ്കും കേരള ബാങ്ക് എന്ന പേരിലാണ് ഇപ്പം അറിയപ്പെടുന്നത്. തൊട്ട് താഴെ പ്രൈമറി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. ഇപ്പോൾ 2 മാത്രമേ ഉള്ളൂ. ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്സ് ഇന്ന് നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാം. അപൂർണമായിട്ട് ഇല്ലാതാവാൻ പോവാണ്. ഇതിൻ്റെ ആ ഒരു 3 ടയർ എന്നുള്ളത് 2 ടയർ ക്രെഡിറ്റ് സിസ്റ്റം 3 ടയർ ക്രെഡിറ്റ് സിസ്റ്റം എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഈ 2 ടയർ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് വന്നത് ടയർ സിസ്റ്റം വന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്താണ് 3 ടയർ സിസ്റ്റം? കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു? ഫെഡറൽ ടൈപ്പ് ആണെന്ന് പറഞ്ഞു. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ് അറ്റ് ദി ബേസ്, സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ദി മിഡിൽ ആൻഡ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് അറ്റ് ദി അപ്പെക്സ്. ഇതാണ് 3 ടയർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ചിലരുടെ അഭിപ്രായ പ്രകാരമാണ് ഇതിൽ സെൻട്രൽ ബാങ്ക് വേണം എന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ട്രിക്ട് ലെവൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ നിലവിൽ വന്നത്. അതിൽ അവർ ഡയറക്റ്റ് ഫിനാൻസിങ് ഓഫ് കോപ്പറേറ്റീവ് പ്രൈമറി സൊസൈറ്റീസ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ബൈ എസ്റ്റാബ്ലിഷിംഗ് ബ്രാഞ്ചസ് ഇൻ ദി ഡിസ്ട്രിക്ട് സോ ദർ ക്യാൻ റിഡക്ഷൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് അവർ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു 3 ടയർ സിസ്റ്റം കൊണ്ടുവന്നതിന്റെ ഗുണം എന്താണെന്ന് പറയുന്നത്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് distance between apex bank and primary societies and the lack of coordination structure and create differences apathy and primary societies. ഈ ഡിസ്റ്റൻസ് അപ്പെക്സ് ബാങ്കും പ്രൈമറി സൊസൈറ്റിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, അത് ലാക്ക് ഓഫ് കോർഡിനേഷനിൽ നയിക്കും. A district have been reckoned as a unit for planning and administration of the country. Therefore, district level institutions are better suited for cooperative field also. നമ്മൾ ഭരണത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഡിസ്ട്രിക്ട് ലെവലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഡിവൈഡ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്ത് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് ഒക്കെ വന്നത്. അങ്ങനെയുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് വരുന്നത്. നമുക്കത് കൂടുതലായിട്ട് ഡിസ്കഷൻ ചെയ്യാനുണ്ട്. കൂടുതൽ ഡിസ്കഷൻ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് നടത്താം. ഇപ്പം നമ്മൾ പറഞ്ഞത് 2 ടയർ സിസ്റ്റം 3 ടയർ സിസ്റ്റം എന്നുള്ളതാണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചറിൽ ഉണ്ടായിരുന്നതാണത്. ഇപ്പം മാറി 2 ടയർ സിസ്റ്റത്തിലേക്ക് വന്നു. ദെൻ ഇന്ത്യയിലെ കോപ്പറേറ്റീവ് ക്രെഡിറ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഷോർട്ട് ടേം ആൻഡ് മീഡിയം ടേം ക്രെഡിറ്റും ലോങ് ടേം ക്രെഡിറ്റും. ദെൻ ആ കോപ്പറേറ്റീവ് ക്രെഡിറ്റിൽ തന്നെ നമ്മൾ 2 സൊസൈറ്റീസ് നമ്മൾ പരിചയപ്പെട്ടു. 2 തരം സൊസൈറ്റീസ്. അതിൽ 3 ടയർ ഉള്ളതെന്ന് അറിഞ്ഞൂടാ, ഉണ്ടായിരുന്ന കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ് ഇതൊക്കെ. ഒന്നാമത്തത്. രണ്ടാമത്തെ 2 ടയർ സിസ്റ്റം ഉള്ളതാണ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റീസ്. രണ്ടാമത്തെ ലോങ് ടേം ക്രെഡിറ്റിൽ വരുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്കും പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബാങ്കുമാണ്.
പിന്നെ ഓരോന്നിനെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇതിന് പുറമെ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിക്ക് പുറമെ മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ലാർജ് സൈസ് ക്രെഡിറ്റ് സൊസൈറ്റി, സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാമേഴ്സ് സൊസൈറ്റി, സർവീസ് സൊസൈറ്റി തുടങ്ങി മറ്റു പല സൊസൈറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട് ആയിട്ട് ഇന്ന് വളർന്നിട്ടുണ്ട് ഈ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. അപ്പോൾ ഓരോന്നിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം.